നമസ്കാരം. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും, ഇന്നലെയും ഇന്നുമായിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു യൂട്യൂബറിൻ്റെ ഭാര്യ ഒളിച്ചോടി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും റിയാക്ഷൻ വീഡിയോസാണ്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന്. അത് യൂട്യൂബറിൻ്റെ ഭാര്യ ഒളിച്ചോടിയതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, ഈ ഒളിച്ചോടിയതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്യുന്ന ഈ മഹാന്മാരുണ്ടല്ലോ, യൂട്യൂബർമാർ, അവരുടെ ഈ നെറികെട്ട ആ പ്രവൃത്തിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാന്യന്മാർ, ഈ ഘോരം ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാന്യന്മാർ, നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇതുപോലെ ഒളിച്ചോടിപ്പോയാൽ നിങ്ങളതൊരു കണ്ടൻ്റ് ആക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഒളിച്ചോടിയാൽ നിങ്ങളത് കണ്ടൻ്റ് ആക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയാൽ നിങ്ങൾ കണ്ടൻ്റ് ആക്കുമോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലൊരു വിഷമം സംഭവിക്കുമ്പോൾ അത് തൂക്കിവെച്ച് പണമാക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ ശവം തീനികൾ എന്നാണ് പച്ച മലയാളത്തിൽ വിളിക്കുന്നത്. ഈ ശവം തീനികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എന്താണെന്നുള്ളത്. ഈ കഴുകന്മാരുടെ പ്രത്യേകത എന്താണ്? ചത്തു കഴിയുമ്പോൾ, ഒരു ജീവി ചത്തു കഴിയുമ്പോൾ ആ ശവത്തെ പോയി ഭക്ഷിക്കുന്ന ഈ പക്ഷികളെയാണ്, ആ ഒരു വർഗത്തെയാണ് ശവം തീനികൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള യൂട്യൂബർമാരും ആ ഒരു ഗണത്തിൽ പെടുന്നവർ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മഹാനുണ്ട്. ആ മഹാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ, ഈ പറയുന്ന യൂട്യൂബറിൻ്റെ സുഹൃത്താണെന്നാണ്, വലിയ അടുപ്പമുള്ള സുഹൃത്താണെന്നാണ് പുള്ളി വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് ഈ സുഹൃത്താണെന്ന് അവകാശപ്പെടുന്ന ആ മഹാൻ തൻ്റെ ആത്മാർത്ഥ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആ സുഹൃത്തിനെ ഒരു കണ്ടൻ്റാക്കി മാറ്റി ആ ഒരു അവസരവും പുള്ളി വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. ഒരുപാട് മിനിറ്റുകളുള്ള ഒരു വീഡിയോ ചെയ്ത് പുള്ളിയുടെ ആ സൗഹൃദം, പുള്ളിയുടെ ആ ആത്മാർത്ഥത പുള്ളി തെളിയിച്ചു. എനിക്ക് ഈ പറയുന്ന യൂട്യൂബറിനോട് ഒന്നേ പറയാനുള്ളൂ, ഇതിലും ഭേദം താങ്കൾ പോയി പിച്ചതണ്ടെന്നാണ്. ഇങ്ങനെ ഉള്ള നെറികേട് കാണിച്ച് പണം സമ്പാദിക്കുന്നതിലും അന്തസ്സ് നമ്മൾ വഴിയിൽ കാണുന്ന പിച്ചക്കാർക്കുണ്ട്.